നമസ്കാരം. കഥ വായിച്ചു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി വീണ്ടും ഒരു കഥ കൂടി. പണിയെടുക്കാതെ പണക്കാരനാവുക എന്നുള്ള ചിന്ത ഇനി അഥവാ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളൊന്നും തന്നെ അതിലില്ല. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന സൽപ്രവൃത്തിയും അവനവൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന സൽപ്രവൃത്തിയും രണ്ടിൻ്റെയും പ്രതിഫലം വ്യത്യസ്തമാണ്. ഈ കഥയുടെ സാരാംശം അത്രയ്ക്കൊന്നുമില്ലെങ്കിലും കേട്ടു നോക്കാം നമുക്കൊന്ന്. ഒരു ഗ്രാമത്തിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. മൂത്തയാൾ കഠിനാധ്വാനിയും നല്ല മനസ്സിൻ്റെ ഉടമയുമായിരുന്നു. എന്നാൽ അനിയൻ മടിയനും സ്വാർത്ഥ ചിന്താഗതിക്കാരനുമായിരുന്നു. അനിയനെ എന്തെങ്കിലും ജോലി ചെയ്യാനായി ചേട്ടൻ പലവട്ടം ഉപദേശിച്ചെങ്കിലും അനിയൻ അതെല്ലാം പുച്ഛിച്ചു തള്ളി. പിന്നെ ചേട്ടൻ ഉപദേശിക്കാതെയായി. ഒരിക്കൽ വിറക് ശേഖരണത്തിനായി ചേട്ടൻ കാട്ടിൽ പോയതായിരുന്നു. വിറക് ശേഖരിക്കുന്നതിനിടെ ഒരു പക്ഷി ചില്ലകളിൽ ചിറക് കുടുങ്ങി പറക്കാൻ വയ്യാതെ കഷ്ടപ്പെടുന്നതായി കണ്ടു. വിറക് കെട്ട് താഴെ വച്ച് അയാൾ ആ പക്ഷിയുടെ അടുത്തെത്തി ചില്ലകൾ മാറ്റി അതിനെ രക്ഷപ്പെടുത്തി. അതങ്ങ് ദൂരേക്ക് പറന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ ആ പക്ഷി തിരിച്ചു വന്നു. അപ്പോൾ തന്നെ രക്ഷിച്ച ആ മനുഷ്യൻ വിറകുകളെല്ലാം അടുക്കി പെറുക്കുന്നതായി പക്ഷി കണ്ടു. തൻ്റെ കൊക്കിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു മത്തങ്ങക്കുരു അയാളുടെ വിറക് കെട്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് പക്ഷി പറന്നുപോയി. അയാൾക്ക് അത്ഭുതം തോന്നി. താൻ രക്ഷപ്പെടുത്തിയ പക്ഷിയാണതെന്നും രക്ഷപ്പെടുത്തിയതിനുള്ള പ്രതിഫലമാണ് ഈ മത്തങ്ങാക്കുരു എന്നും അയാൾ കരുതി. ആ മത്തങ്ങാക്കുരു സുരക്ഷിതമായി വീട്ടിലെത്തിച്ച് അയാൾ അതിനെ നട്ട് നനച്ച് വളർത്തിയെടുത്തു. പടർന്ന് പന്തലിച്ച മത്തങ്ങ വള്ളിയിൽ അങ്ങനെ ഒരു മത്തങ്ങ ഉണ്ടായി. മത്തങ്ങ പാകമായപ്പോൾ അയാളത് പൊട്ടിച്ചെടുത്ത് കറി ഉണ്ടാക്കാനായി മുറിച്ചെടുത്തപ്പോൾ അത്ഭുതം, ആ മത്തങ്ങയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ചേട്ടനും അനിയനും അത്യാവശ്യം ധനവാന്മാരായി ജീവിച്ചു. ഇതിനിടയിൽ തന്നെ അനിയൻ്റെ സ്വാർത്ഥബുദ്ധിയും അത്യാഗ്രഹവും പ്രകടമായും വന്നു. കാട്ടിൽ പോയി വല്ല പക്ഷിയെയും രക്ഷിച്ചാൽ തനിക്കും ഇതുപോലെ സമ്പത്ത് കിട്ടുമെന്നും അത് ഒറ്റയ്ക്കെടുത്ത് വലിയ പണക്കാരനാകാമെന്നും അയാൾ ചിന്തിച്ചു. അങ്ങനെ അയാൾ ഒരു ദിവസം വിറക് ശേഖരിക്കാനെന്ന വ്യാജേന കാട്ടിൽ പോയി. അവിടെയായി തപ്പിത്തിരഞ്ഞ് വല്ല പക്ഷി കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനായി. അങ്ങനെ നോക്കി നടക്കുമ്പോൾ ദാ ഒരു പക്ഷി ചിറകുകൾ ചില്ലകളിൽ കുടുങ്ങി പറക്കാൻ വയ്യാതെ കിടക്കുന്നു. ഉടനെ അയാൾ ആ പക്ഷിയെ രക്ഷപ്പെടുത്തി. പക്ഷി ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സൽപ്രവൃത്തി ചെയ്തിട്ട് അയാൾ അതിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി കാത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും പക്ഷിയെ കാണാനില്ല. നിരാശയോടെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ദാ ആ പക്ഷി വീണ്ടും വന്നു. തൻ്റെ കൊക്കിലുള്ള മത്തങ്ങ വിത്ത് അയാൾക്കരികിലേക്കായി ഇട്ടു. താൻ പ്രതീക്ഷിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. വേഗം വിത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി മുളപ്പിച്ച് അതിനെ പരിചരിച്ചു. മത്തങ്ങ വള്ളിയിൽ പെട്ടെന്ന് തന്നെ മത്തങ്ങ ഉണ്ടായി. അത്യാവശ്യം പാകമായിട്ടും അയാളത് പറിച്ചില്ല. കാരണം എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം സ്വർണ്ണ നാണയങ്ങൾ അതിലുണ്ടാകും എന്നയാൾ പ്രതീക്ഷിച്ചു. അങ്ങനെ മത്തങ്ങ ഒരുപാട് വളർന്നു വലുതായി. ഒരു ദിവസം ചേട്ടൻ വീട്ടിലില്ലാത്ത സമയത്ത് അയാൾ ആ മത്തങ്ങ പ്രതീക്ഷയോടെ പൊട്ടിച്ചു. അതിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ചേട്ടൻ കാണരുത് എന്നയാൾ ആഗ്രഹിച്ചു. കാരണം അയാൾ സ്വാർത്ഥനാണല്ലോ. മത്തങ്ങ മുറിച്ചു മാറ്റിയപ്പോൾ അയാൾക്ക് സങ്കടം അടക്കാനായില്ല. കാരണം ആ മത്തങ്ങയിൽ നിറയെ കല്ലുകളും പ്രാണികളുമായിരുന്നു. തൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അയാൾക്ക് ബോധ്യമായി. നല്ല പ്രവൃത്തികൾക്കേ ഫലമുണ്ടാകൂ എന്ന ചിന്തയോടെ അയാൾ പിന്നീടങ്ങോട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. നേരായ മാർഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങളും ഏറെ അഭിമാനിക്കാവുന്നതാണ് എന്നതാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്